പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ താൽക്കാലികമായി രാജ്യം നേരിടുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് രാജ്യം പോകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടും രാജ്യത്തെ ജനങ്ങളോട് ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. കഴിയുമെങ്കിൽ വരുന്ന ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ജോലി വർക്ക് ഫ്രം ഹോമായി വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി ഒഴിവാക്കുക. അതുപോലെ തന്നെ കർഷകരൊക്കെ കഴിയുമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് തിരിയുക. ഇങ്ങനെയുള്ള 7ഓളം ആവശ്യങ്ങളാണ് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം ഉയർന്നു വരുമ്പോൾ നിലവിൽ നടക്കുന്ന ഇറാൻ US വിഷയത്തിൻ്റെ ഭാഗമായി ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ചില പ്രതിഫലനങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നും അത് ഭാവിയിൽ കൂടുതൽ വഷളാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുമുള്ള ഒരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന് മറ്റൊരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നു. സോ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്? അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും സാമ്പത്തികവും രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തരം പ്രതിസന്ധികൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുകയാണ്. അപ്പോൾ ഇത്തരം അനിശ്ചിതത്വങ്ങളുടെ സാഹചര്യത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് AI ആണ്. നിങ്ങൾക്ക് ഈ AI ഫീൽഡിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെ നടക്കുന്ന 2 ഡേ ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. സാധാരണ 10,000 രൂപയൊക്കെ ഫീസ് വരുന്ന ഈ ഒരു ട്രെയിനിങ് ഔട്ട്സ്കിൽ എന്ന പ്ലാറ്റ്ഫോം നമുക്ക് തികച്ചും സൗജന്യമായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിലൂടെ 10-ലധികം AI ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പേഴ്സണൽ AI ടൂൾ കിറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെ കോഡിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനുകളും ഇമേജുകളും വീഡിയോകളും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു AI ഏജൻറ്റിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 10 മില്യണിലധികം ആളുകൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഏത് മേഖലയിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, ഈ ഒരു ഫ്രീ AI ട്രെയിനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. സോ AIയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടി സൈനപ്പ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ വീഡിയോയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക പ്രതിസന്ധിയല്ല, മറിച്ച് നമ്മുടെ ഫോറക്സ് റിസർവ്, നമ്മുടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയിൽ നിന്നും ഇന്ത്യൻ രൂപയെ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫോറക്സ് റിസർവ് അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരം വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കുറേ അധികം കാര്യങ്ങൾ നമുക്ക് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വിദേശത്ത് നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഡോളർ പോലെയുള്ള വിദേശ നാണ്യത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിദേശ നാണ്യം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫോറക്സ് റിസർവിൻ്റെ അളവ് എപ്പോഴും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഫോറക്സ് റിസർവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? അതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിർമ്മിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കുറച്ച് സാധനങ്ങൾ മാത്രം പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സാധനം മാത്രം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വിദേശ നാണ്യം മാത്രം നമുക്ക് പുറത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫോറക്സ് റിസർവിനെ സംരക്ഷിക്കാനും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സ്വർണ്ണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വരുന്ന ഒരു വർഷത്തേക്ക് മാക്സിമം സ്വർണ്ണം വാങ്ങുന്നത് ഒഴിവാക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 1.6 മെട്രിക് ടൺ സ്വർണ്ണമാണ് നമ്മൾ ഇവിടെ ഖനനം ചെയ്യുന്നത്.
എന്നാൽ ഇന്ത്യയിൽ ഒരു വർഷം കൺസ്യൂം ചെയ്യുന്ന സ്വർണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 800 മെട്രിക് ടണ്ണാണ്. അതായത് നമുക്ക് ആവശ്യമായ സ്വർണ്ണത്തിൻ്റെ 99.5% വിദേശത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2024-25 $58 ബില്യൺ സ്വർണ്ണമാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. ഏകദേശം 4.8 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണം. 2025-26 വരുമ്പോൾ അതിൽ 24% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം $70 ബില്യൺ, ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിലവിലത്തെ ഇറാൻ-US വിഷയത്തിൻ്റെ സാഹചര്യത്തിൽ ലോകമെമ്പാടും ഈ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ വില മുകളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇമ്പോർട്ട് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ വിദേശ നാണ്യം പുറത്തേക്ക് ഒഴുകുന്നതിന് അത് കാരണമാകും. അപ്പോൾ നമ്മൾ താൽക്കാലികമായി സ്വർണ്ണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഈ സ്വർണ്ണത്തിൻ്റെ ഇമ്പോർട്ടിൽ വലിയ രീതിയിലുള്ള കുറവ് കൊണ്ടുവരാനും അതിൻ്റെ ഭാഗമായിട്ട് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഫോറക്സ് സേവ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി പ്രധാനമന്ത്രി ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം പെട്രോളിയം പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറണം, അതുപോലെ തന്നെ പുറത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണം മുതലായ കാര്യങ്ങൾ പറയുമ്പോൾ പെട്രോൾ, ഡീസൽ പോലെയുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ 85 മുതൽ 88% ക്രൂഡ് ഓയിലും നമ്മൾ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാം. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024-25 വർഷത്തിൽ 101 മുതൽ 103 ബില്യൺ ക്രൂഡ് ഓയിലാണ് നമ്മൾ പുറത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി LPG, അതായത് പാചകവാതകത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായതിൻ്റെ 2/3 ഭാഗവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്ന് കാണാം. അപ്പോൾ ഈ ഇറാൻ-US പ്രശ്നം ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടും ഇന്ധനത്തിൻ്റെ ഡിമാൻഡ് വലിയ രീതിയിൽ ഉയരുന്നു എന്ന് മാത്രമല്ല ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇമ്പോർട്ട് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഇടിവുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഉപയോഗം മുതലായ കാര്യങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച മൂന്നാമത്തെ നിർദ്ദേശം വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം മുന്നേ വരെ അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ മാത്രമായിരുന്നു വെക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്രകൾ നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള ഫോറിൻ വെക്കേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2024 38.9 മില്യൺ ഇന്ത്യക്കാരാണ് വിദേശ യാത്രകൾ നടത്തിയിരിക്കുന്നത്. അത് സർവ്വകാല റെക്കോർഡാണ് എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിദേശ യാത്രകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി 2023-24 വർഷത്തിൽ ഏകദേശം 17.9 ബില്യൺ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് യാത്രാ ചെലവ് മാത്രമാണ്. മറ്റുള്ള എല്ലാ ചെലവുകളും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം 33 ബില്യൺ വിദേശ നാണ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ വിദേശ യാത്രകളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ ആ പണവും നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് പുറത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 18 ബില്യൺ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ പുറത്തു നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ഇമ്പോർട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ വിലയിലൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കർഷകർ ഇത്തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കൃഷി രീതിയിലേക്കൊക്കെ താൽക്കാലികമായി കടക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ വലിയൊരു സേവിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശ നാണ്യത്തിന് പുറത്തേക്ക് ഒരു ഒഴുക്കുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ-US വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പല സാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ആ ഒഴുക്ക്, അതായത് നമ്മുടെ വിദേശ നാണ്യത്തിൻ്റെ ഒഴുക്ക് പുറത്തേക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ ഇടിവുണ്ടാവുകയും അത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെയൊക്കെ ഇമ്പോർട്ടിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. പലരും ഈ ഒരു സാഹചര്യത്തെ 1991 സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ട് താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ 1991 പ്രതിസന്ധി വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു എന്നും അതുമായി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ താരതമ്യം ചെയ്യാൻ പോലും പറ്റുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പ്രശ്നവും കൂടെയുണ്ട്. ഈ രീതിയിൽ ഡോളറൊക്കെ പോലെയുള്ള വിദേശ നാണ്യം ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിൻ്റെയൊക്കെ ഡിമാൻഡ് ഉയരുകയും അത് ഇന്ത്യൻ രൂപയുടെ ഡിമാൻഡ് കുറയുകയും അത് ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ $1 96 എന്നുള്ള രീതിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ
താൽക്കാലികമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ട് എന്നും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തകർച്ചയൊക്കെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഒന്നാമത്തെ ചോദ്യം, നിലവിൽ ഇന്ത്യ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ US ഇറാൻ വിഷയത്തിൻ്റെ ഭാഗമായി മാത്രം ഉയർന്നു വരുന്ന ഒരു താൽക്കാലിക പ്രതിസന്ധിയാണോ? അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉത്തരമായി ചിലർ മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇതൊരു താൽക്കാലിക പ്രതിസന്ധി അല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിലവിലത്തെ ഇറാൻ US വിഷയത്തിൻ്റെ ഭാഗമായി മാത്രം നമ്മുടെ മുന്നിൽ വന്ന ഒരു പ്രശ്നമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ ഫോറക്സ് റിസർവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണമെന്ന്. അതൊന്ന് ചുരുക്കി വിശദീകരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ രാജ്യത്തെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള എക്സ്പോർട്ട് കുറവും എന്നാൽ പുറത്തു നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇമ്പോർട്ട് കൂടുതലാണ് എന്നാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുറത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ വിദേശ നാണ്യം ഇമ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് ബാലൻസ് ആണ് എന്ന് കാണാം. ഇതിനെയാണ് ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഭാഗവും കൂടെയുണ്ട്. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യത്തുള്ള ധാരാളം ആളുകൾ ഇന്ത്യൻ കമ്പനികളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വിദേശത്തു നിന്നുള്ള പണം ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ വിദേശത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പണം പുറത്തേക്ക് പോകും, നമ്മുടെ വിദേശ നാണ്യം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കാലാകാലങ്ങളായിട്ടുള്ളൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്കൊരു പോസിറ്റീവ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആണുള്ളത് എന്ന് കാണാം. അതായത് ഇന്ത്യയിൽ നിന്നും ആളുകൾ വിദേശത്ത് നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അപ്പോൾ കാലാകാലമായിട്ട് നമുക്കിവിടെ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിലും ആ ഒരു ഡെഫിസിറ്റിനെ കവച്ചു വയ്ക്കാൻ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ബാലൻസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ വിദേശ നാണ്യ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ വിദേശ നാണ്യ ശേഖരത്തിൽ ഒരു ഉയർച്ചയാണ് കഴിഞ്ഞ എല്ലാ കാലത്തും നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ വളരെ ചുരുക്കിയാണ് ഞാനിവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ളൊരു ട്രെൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഒരു ഡെഫിസിറ്റ് ആണെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ വലിയൊരു സർപ്ലസ് വരുന്നത് കൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ടോട്ടൽ നമുക്കൊരു സർപ്ലസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ അലാമിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോഴും നമുക്ക് സർപ്ലസ് ആണെങ്കിലും അവിടെ വരുന്ന തുക കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ നിക്ഷേപം പുറത്തു നിന്ന് ഇന്ത്യയിലേക്ക് നടക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു നെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യൻ കമ്പനികളിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുന്നത് നമ്മുടെ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ നമ്മുടെ ഫോറക്സ് റിസർവിനെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് പല പ്രതിസന്ധികൾ നടക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പിൻവലിച്ച് സേഫായിട്ട് ഗോൾഡൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ മുതിരുന്നു. മാത്രമല്ല അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഒക്കെ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുന്നതുകൊണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ പെർഫോമൻസിൽ ആളുകൾക്കുണ്ടായിരുന്ന വിശ്വാസം വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നത് എന്നും ഇന്ത്യയിലുള്ള ആളുകൾ പോലും കൂടുതലായി വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് എന്നുമുള്ള ഒരു വലിയ വാദം ഉയർന്നു വരുന്നുണ്ട്. സോ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാദത്തിൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ ചോദ്യം, വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയൊക്കെ കുറച്ചുകൊണ്ട് വിദേശ നാണ്യത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതല്ല എന്നാണ് ആളുകൾ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് സ്വർണം വാങ്ങണ്ട എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ ഭൂരിഭാഗം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല
കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു വാല്യൂവും ഈ സ്വർണ്ണത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര കാലത്തേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ബിസിനസ്സുകളും നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു തീരുമാനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സുകളെയും ഇത് ബാധിക്കുമെന്ന് നമ്മുടെ സാമ്പത്തിക മേഖലയെ ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇതേ കാര്യം തന്നെ വർക്ക് ഫ്രം ഹോമിൽ നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ വീടുകളിൽ നിന്നും ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചായക്കടകൾ മുതൽ ടാക്സികൾ മുതൽ ഇങ്ങനെയുള്ള ധാരാളം ബിസിനസ്സുകളെ ഇത് ബാധിക്കുകയും അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുകയും ചെയ്യും. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൃഷിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാത്തൊരവസ്ഥ വരികയും ഈ ഫെർട്ടിലൈസേഴ്സിലേക്ക് അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെറും നിർദ്ദേശങ്ങളായി മാത്രം ഗവൺമെൻറ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ആളുകൾ ഇത് പിന്തുടരുമെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം പഴയ രീതിയിലേക്ക് തന്നെ പോകുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് നിയമങ്ങൾ മൂലം ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ ഇമ്പോർട്ട് ഡ്യൂട്ടി 15% ഉയർത്തിയെന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വർദ്ധിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോകുന്നു. LPGയുടെ വില ഓൾറെഡി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിയുമ്പോൾ ആളുകൾ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരുടെ സാധാരണ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖല ഒന്നാകുകയും ഇത് ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നിലവിലത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യം കണ്ടുപിടിച്ച് മൂലകാരണം കണ്ടുപിടിച്ച് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് പൊടുന്നതിന് ഒരു ശരീരവേദന ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ വേദന ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം താൽക്കാലികമായി വേദന പരിഹരിക്കുന്നതിന് വേണ്ടി പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ രോഗം വഷളാവുകയും അതിൻ്റെ ഭാഗമായി പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നത് പോലെയാണിത്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. നമ്മുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരണം. ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ എക്കോണമിയെ മാറ്റിയെടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എക്കോണമിയെ സ്ട്രോങ് ആക്കുകയും ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ പുറത്തുള്ള ആളുകളുടെ ആ ഒരു ട്രസ്റ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം തോന്നും, ഈ കാര്യങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന്. അത് ശരിയാണ്, ഇന്ത്യൻ എക്കോണമിയിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ വരണമെന്ന് കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല എങ്കിൽ ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഈ പ്രശ്നത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ മറ്റൊരു ചോദ്യവും കൂടെ ഉയർന്നു വരികയാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെച്ചത് ശരിയാണോ എന്ന്. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്ത് താൽക്കാലികമായൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് അംഗീകരിക്കുകയും ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് നേരിട്ട് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രതിസന്ധിയെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രശ്നമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ടൈമിംഗ് ആണ്. അതായത് ഈ ഇറാൻ US വിഷയം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ് എന്ന് കാണാം. ആ ഒരു പ്രശ്നം ആരംഭിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് മെയ് മാസത്തിലാണ് എന്ന് കാണാം. എന്തുകൊണ്ടാണ് ഈ 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായത്? ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമായിരിക്കും. രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ച ആദ്യത്തെ 2 മാസം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു മറുപടി വരികയും ഒരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് പാനിക്കാവുകയാണ്. മെയ് 10 പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മെയ് 11 BSE സെൻസെക്സിൽ 1.5% ഇടിവുണ്ടാവുകയും NSE നിഫ്റ്റിയിൽ 300 പോയിൻറ്റിൻ്റെ നഷ്ടമുണ്ടാവുകയും ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും 5 മുതൽ 6 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് രാജ്യത്ത് മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ തുറന്നു കാട്ടുന്നു എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള 2 ഡേ ഫ്രീ ലൈവ് AI ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.